നാളെ രാവിലേക്ക് ശരിയാവും. പൊയ്ക്കോളൂ, ഇനി ഇവിടെ കാണരുത്. മരിക്കേണ്ടി വരില്ല. ബാലമാഷേ, ഒരാൾ കാണാൻ വന്നിട്ടുണ്ട്. എല്ലാവരും മര്യാദയ്ക്ക് ഇരുന്ന് പഠിച്ചോളാം കേട്ടോ. നീ പഠിച്ചോ. എവിടെയായിരുന്നു നീ? മാസം 2 കണ്ടിട്ട്. കണ്ണൂരായിരുന്നു. ഷംസീറും ടീമും കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കുക. ഒന്ന് കൂടിയിട്ട് എത്ര നാളായിടാ. അതിനെന്താ, ഇന്ന് കൂടാലോ. ഇതാ മാഷ് പറഞ്ഞ പുസ്തകം. തത്വശാസ്ത്രത്തിന്റെ തത്വങ്ങൾ കുറെ തപ്പി. പിന്നെ കോഴിക്കോട് DC കിട്ടിയത്. നീ ഇതൊന്നും ഇതുവരെ മറന്നില്ലേ? എന്താ മാഷെ, മാഷും ഈ നാടും മണ്ണും ഒക്കെ എനിക്ക് മറക്കാൻ പറ്റും. എന്റെ ജീവിതത്തിൽ എന്തെങ്കിലും സന്തോഷമായിട്ടുള്ള അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഈ മണ്ണിൽ എന്റെ മാഷിന്റെ കൂടെയല്ലേ. നമുക്ക് പോയാലോ? പറ്റില്ല, പരീക്ഷ എടുക്കാറായി. ഓ, ക്ലാസ് കളയാൻ പറ്റില്ല. വൈകിട്ട് പതിവ് പോലെ നമുക്ക് വായനശാലയിൽ തന്നെ തുടങ്ങാം. ആയിക്കോട്ടെ. ഷംസീറിനെ വിളിച്ചോ? ഓ ശരി മാഷെ, ശരി. കിട്ടേണ്ട തന്നെയായിരുന്നു. ഒന്ന് വന്നിട്ടുണ്ടല്ലോ. കുറച്ചു കാലം ഇവിടെയൊന്നും കണ്ടിട്ടില്ലായിരുന്നു. ദേ മഞ്ജു, ഇങ്ങനൊന്നും പറയരുത്. അത് നമ്മുടെ ഏട്ടന്റെ കൂട്ടുകാരനാട്ടോ. അതെ, അവന്റെ നോട്ടത്തിലെങ്ങാൻ വീണാണ്ടല്ലോ കൊല്ലി ഞാൻ. എന്റെ ഏട്ടന്റെ പെണ്ണാ നീ. പിന്നെ അങ്ങനെയാണെങ്കിൽ നിന്റെ ഏട്ടനോട് പറഞ്ഞ എന്നെ കെട്ടിക്കൊണ്ട് പോവാൻ പറ. കെട്ടിക്കൊണ്ട് പോണോന്നില്ല, കെട്ടോന്നൊരു വാക്ക് പറഞ്ഞാ മതി. അതിനെന്റെ മരുങ്ങോടൻ ഏട്ടനെ പ്രേമം എന്താന്ന് പോലും അറിയില്ല. ഏട്ടന്റെ സ്ഥാനത്ത് ഇതുപോലെ ഒരാളായിരുന്നെങ്കിൽ കോളേജിലെ എത്ര പെൺപിള്ളേര്. മഞ്ജു, എന്റെ ഏട്ടൻ അങ്ങനെ പെൺപിള്ളേരെ പുറകെ നടക്കുന്നവനൊന്നല്ല. ഓ, ഇപ്പൊ നിന്റെ ഏട്ടനാ. നീലിമ, എന്താ ഏട്ടാ? അത് പറയേട്ടാ, ഞങ്ങൾക്ക് വേഗം വീട്ടിൽ പോണം. അല്ല മാഷെ, കോളേജിൽ നിന്ന് ഇറങ്ങിയോ? ആ, ഏട്ടൻ പുറകെ വരുന്നുണ്ട്. ഞങ്ങൾ പോട്ടെ. ആ ശരി. തന്നെ മാഷേ, പാടാ. ഒന്ന് കേറിയിട്ട് പോവാം. നമസ്കാരം. എന്താ മാഷെ, പരീക്ഷ തിരക്കാ? പല വാർഷികത്തിന്റെ കാര്യം ചർച്ച ചെയ്യണ്ടേ? ആവാലോ. അടുത്ത ഞായറാഴ്ച ഒരു മീറ്റിംഗ് വിളിച്ചാലോ? ആയിക്കോട്ടെ. ഇപ്രാവശ്യം നാളെ തന്നെ വേണം. ഒരെണ്ണം പുതിയത് എഴുതിയെന്ന് ആലോചിക്കുക. അങ്ങനെയാണെങ്കിൽ ആ നാടകത്തിന്റെ പേര് ജനങ്ങളുടെ തലവിധിന്ന് പേര്. ഞാനല്ല എഴുതുന്നത്, ബാലൻ മാഷാ. മാഷ് ഇങ്ങോട്ട് വന്നേ. ഞായറാഴ്ച അല്ലേ മീറ്റിംഗ്? ഞങ്ങൾക്ക് ഇത്തിരി പരിപാടിയൊക്കെ ഉണ്ട്. ചിമ്പു, നീ പോകുമ്പോ സൈക്കിൾ എന്റെ വീട്ടിലൊന്ന് എത്തിച്ചേക്കണേ. എന്താടാ ചിമ്പു, ഇങ്ങനെ ചായയും കൊടുത്ത് നടന്നാ മതിയോ? ഒരു പ്രധാനമന്ത്രിയൊക്കെ ആവണ്ടേ? കളിയാക്കൊന്നും വേണ്ട. വേണ്ടി വന്നാലേ പഞ്ചായത്ത് പ്രസിഡന്റ് വരെയാ. പ്രസിഡന്റ് ആയതിനു ശേഷേ ഇങ്ങോട്ട് വന്ന എവിടേക്കാ പോണേ? ഓർത്തില്ല. ആ ചായ. ഇന്നത്തെ രാത്രിയിൽ പാതിര നേരത്ത് തൂങ്ങി മരിക്കും പെണ്ണവള്, തൂങ്ങി മരിക്കും ഇന്നത്തെ രാത്രിയിൽ തൂങ്ങി മരിക്കണ പെണ്ണിവേളെ, തൂങ്ങി മരിക്കണ പെണ്ണി. അല്ല പക്ഷേ, ഞാനൊരു കാര്യം കേട്ടല്ലോ. മാഷേന്ന് ഇവനെന്തോ കൊളുത്തൊപ്പിക്കാനുള്ള പരിപാടിയാ. അതാ ഈ പ്രാസം വെച്ചുള്ള തുടക്കം. നീ പോടാ. എന്നാ നിങ്ങളുടെ കല്യാണം ആരുടെ? ഞാനില്ലാത്ത സമയത്ത് അതും സംഭവിച്ചോ? ഇവൻ വെറുതെ ഓരോന്ന് ആലോചിച്ചുണ്ടാക്കണതാ. മാഷേ, ആ പെണ്ണില്ലേ നീലിമ, നിങ്ങളുടെ കല്യാണം എന്നാന്നാ ചോദിച്ചത്. നീ എന്തായി പറയുന്നത്? കണ്ണു കുടിച്ച തോന്നിയാസം പറയുന്നത് കേട്ടോ. പെങ്ങളെ ആരെങ്കിലും കല്യാണം കഴിക്കോ? എന്റെ മാഷിന് ഞാനൊരു പെണ്ണിനെ കണ്ടെത്തും. സുന്ദരിയായൊരു പെണ്ണിനെ. അത് ഈ ലോകത്തിന്റെ ഏത് കോണിലായാലും. തൂങ്ങി മരിക്കണ
മരിക്കണ പെണ്ണവള്, തൂങ്ങി മരിക്കണ നിങ്ങളുടെ കലാപരിപാടി പെണ്ണവള്. നീ എന്നെ നോട്ട് ഡ്രോപ്പ് ചെയ്യും. ബാല അനിയത്തിയുടെ പിറന്നാളിന് ചന്ദ്രൻ മാത്രം മതിയോ? ഞങ്ങളാരും വേണ്ടേ? ഒന്ന് പോടാ, ഞങ്ങളില്ല നിന്റെ വെണ്ടയ്ക്ക സാമ്പാറും കഴിക്കാൻ. പേരിനൊരു പെഗോ, എന്തിന് മണത്തിനൊരു ഉണക്കമീൻ പോലും ഉണ്ടാവില്ല. ഞങ്ങളിവിടെ ആഘോഷിച്ചോളാണ്. ഞങ്ങൾക്കുള്ളത് ഇവിടെ എത്തിക്കണം. 2 കുപ്പി റമ്മും പിന്നെ കടിച്ചു വലിക്കാൻ എന്തെങ്കിലും. പിറന്നാളുകാർ ഇരിക്കുന്നില്ല. വേണ്ട, ഞങ്ങള് പിന്നെ കഴിച്ചോളാം. അവരങ്ങനെയാ, രണ്ടുപേരും ഒരുമിച്ച് എന്തും ചെയ്യൂ എപ്പോഴും. ഇപ്പൊ ഞാൻ ആലോചിക്കുന്നത് രണ്ടാളെയും ഒരാൾക്ക് തന്നെ കെട്ടിച്ചു കൊടുക്കേണ്ടി വരുമോ? ഇവളെ ആരുടെയെങ്കിലും കയ്യിൽ ഏൽപ്പിച്ചിട്ട് വേണം എനിക്ക് മനസമാധാനത്തോടെ ഇന്ന് കണ്ണടയ്ക്കാൻ. തുടങ്ങി. എന്തിനാ മുത്തശ്ശി കണ്ണടക്കണേ? ഇവരുടെ കല്യാണം കഴിഞ്ഞ് മക്കളും അവരുടെ മക്കളായിട്ട് അടിച്ചു പൊളിച്ചിട്ട് കണ്ണടച്ചാ പോരെ? അച്ഛാ, ഞാനൊരു കാര്യം പറഞ്ഞ മറുത്തൊന്നും പറയരുത്. എന്താ ചന്ദ്ര ഒരു മുഖവുര? പറ മോനെ, നീയും ബാലചന്ദ്രനും ഞങ്ങൾക്ക് ഒരുപോലെയല്ലേ? പിന്നെന്താ? മോൻ പറ. അല്ല, ഞാൻ പറഞ്ഞത് ഇഷ്ടായില്ല അച്ഛാ. എന്നോട് ദേഷ്യം തോന്നരുത്. ഈ സ്നേഹത്തിനൊരു ഒലച്ചിലുണ്ടാവരുത്. ഈ സ്നേഹത്തിന് ഒരു ഒലച്ചിലുണ്ടാവില്ല. പറയടോ. അത് പിന്നെ ഞാൻ പറഞ്ഞത് ശരിയല്ലെങ്കിൽ എന്നോട് പിണങ്ങരുത്. അത് എങ്ങനൊരു കാര്യം പറയണമെന്ന് എനിക്കറിയില്ല. ഓർമ്മ വയ്ക്കും മുമ്പ് അച്ഛനും അമ്മയും പോയി. പിന്നെ അമ്മാവനോടൊപ്പമായിരുന്നു ജീവിതം. സ്വന്തം എന്ന് പറയാൻ അവർ മാത്രമേ എനിക്കുള്ളൂ. ഇവിടെ വന്നേ പിന്നെ എനിക്കൊരു അച്ഛനും അമ്മയും ഏട്ടനും അനിയത്തിയും ഒക്കെ ഉണ്ടെന്നൊരു തോന്നലുണ്ടായത്. ഇതിങ്ങനെ തന്നെ എനിക്ക് എന്നും ഉണ്ടാവണം. പുള്ളി നിന്നെ പെണ്ണാലോചിക്കാനുള്ള ശ്രമ. ഞങ്ങളൊക്കെ മോന്റെ ബന്ധുക്കള് തന്നെയാ. മോൻ പറഞ്ഞു. നീ പറയടാ, ആകാശം ഇടിഞ്ഞു വീഴൊന്നുമില്ലല്ലോ. എനിക്ക് നീലിമയെ കല്യാണം കഴിച്ചാൽ കൊള്ളാന്നുണ്ട്. ആഹാ, ഇതാണോ കാര്യം? നീയും ബാലേന്ദ്രനും ഞങ്ങൾക്ക് ഒരുപോലെയാ. നമുക്ക് ആലോചിക്കാം. എന്തേ? ആലോചിക്കാവുന്ന കാര്യ. ഇതായിരുന്നല്ലേ ഇത്രയും ചമ്മല്? മാഷ് എന്നും എന്നോടൊപ്പം ഉണ്ടാവണം. അതാ ഞാൻ ഇങ്ങനൊരു ആലോചന നടത്തിയത്. അവരുടെ ആരുടെ ഇഷ്ടമല്ല, മാഷയ്ക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം മതി. എനിക്കും മാഷിനേക്കാൾ മേലെ ഒന്നുമില്ല. എന്താ, ഇഷ്ടമല്ലേ? പിന്നെന്താ? ഞാൻ ഏട്ടനോട് സംസാരിക്കാം. എന്തൊരു മണ്ടന എൻ്റെ ഏട്ടൻ. ഒരു പെൺകുട്ടിയുടെ മനസ്സ് തിരിച്ചറിയാത്തവൻ. അത് മഞ്ജു, ഏട്ടൻ നിന്നെ പോലെ തന്നെയാ എന്നെയും കാണുന്നെങ്കിലോ? ഞാൻ ചെയ്തത് തെറ്റാവില്ലേ? ഇല്ല, എനിക്കറിയാം എൻ്റെ ഏട്ടനെ. എൻ്റെ ഏട്ടന്റെ മനസ്സിൽ നീയുണ്ട്. നിനക്ക് പറയായിരുന്നില്ലേ അവള് നിന്റെ പെണ്ണാണെന്ന്? അല്ലെങ്കിൽ അവനറിയില്ലേ ഇവരുടെ മട്ടും ഭാവം കണ്ടാൽ? മാഷേ, അവനെ വിശ്വസിക്കരുത്, അവൻ ചതിക്കും. വെറുതെ രണ്ടാളും സഹോദരി സഹോദരന്മാരാണെന്ന് വീമ്പ് പറഞ്ഞിട്ട് എന്താ കാര്യം? നീ ഭയങ്കര ആത്മീയവാദിയല്ലേ? സത്യം പറയാൻ പഠിക്കണം. ആശാനെ, ഇപ്പൊ മാഷ് എന്റെ അളിയനായി. അത് തന്നെയാ ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത്. എനിക്കിപ്പോ ലോകം കീഴടക്കിയ സന്തോഷ. അനാഥനാണെന്ന് പറഞ്ഞവരോടൊക്കെ ഞാൻ ഇവരെ കൊണ്ട് കാണിക്കും. ചന്ദ്ര, നീ കാര്യങ്ങൾ മനസ്സിലാക്കണം. നീലിമ ബാലേന്ദ്രന്റെ അനിയത്തിയല്ല. നീ മിണ്ടരുത്. അവള് മാഷിന്റെ അനിയത്തി തന്നെയാ. അല്ലെങ്കിൽ മാഷ് പറയട്ടെ. അവര് തമ്മിലൊരു അടുപ്പമുണ്ട് ചന്ദ്ര, നീ അത് തിരിച്ചറിയണം. എന്നെ ഈ ഭൂമിയിൽ ആരെങ്കിലും സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഏട്ടനാ.
ആശാനെ സന്തോഷത്തോടെ ഒരു പാട്ട് പാടാ ആശാനെ. നമ്മുടെ സ്വപ്നങ്ങൾ മറ്റാർക്കും തകർക്കാൻ അവസരം കൊടുക്കരുത്. അതിനവരെല്ലാം ആരെല്ലാം നീ പറയണം. അച്ഛനോടും മുത്തശ്ശിയോടും നീലിമയെ നിനക്ക് ഇഷ്ടമാണെന്ന്. നിന്നേക്കാൾ വലുതായിട്ട് മറ്റൊന്നുമില്ല. നീലിമയോടും പറയണം. എടാ ഇത് കേൾക്കാൻ കൊതിച്ചു നിൽക്കുക അവള്. ബാല, എന്തും നഷ്ടപ്പെടുത്താൻ എളുപ്പ, പക്ഷെ തിരിച്ചു പിടിക്കാനാവില്ല. പ്രണയം നഷ്ടപ്പെടുമ്പോഴേ അതിന്റെ വ്യാപ്തി നിനക്ക് മനസ്സിലാവും. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. നീ അതിന്റെ പാട്. ഇവക്കും ഇഷ്ടം തന്നെയാവും. ഇഷ്ടപ്പെടാതിരിക്കാൻ ചന്ദ്രൻ എന്താ ഒരു കുറവ്? നല്ല ജോലി, ശമ്പളം, സൗന്ദര്യം, ഇതൊക്കെ പെട്ടെന്ന് നടന്നാൽ മതിയെന്നായി എനിക്കിപ്പോ. ഇവളെ ഒരാളുടെ കയ്യിൽ ഏൽപ്പിച്ചാലല്ലേ എനിക്ക് മനസ്സമാധാനം ഉണ്ടാവും. ആരും ഇല്ലെന്ന് പറഞ്ഞാലും ആരെങ്കിലുമൊക്കെ ഉണ്ടാവാതിരിക്കോ? നാട്ടിലൊന്ന് പോയി അന്വേഷിക്കണം. എന്തായാലും ബാലചന്ദ്രൻ ഒന്ന് വരട്ടെ. അവനോട് തന്നെ നാട്ടിലേക്ക് ഒന്ന് പോയി അന്വേഷിക്കാൻ പറയണം. വന്നല്ലോ. നിന്നെ കാത്തിരിക്കായിരുന്നു. നിന്റെ ചങ്ങാതിയാവുമ്പോ പിന്നെ മറ്റൊന്നിന് ഞാൻ ആലോചിക്കേണ്ട കാര്യമില്ലല്ലോ. ഇവക്കും ഇഷ്ടമായി. മോനെ, ഏതായാലും നീ നാളെ തന്നെ അവൻ്റെ നാട്ടിലൊന്ന് പോകണം. ശരിക്കൊന്ന് അന്വേഷിക്കണം. മഞ്ജുവും ഇവളും രണ്ടല്ല, ഓർമ്മ വേണം. കാര്യമായിട്ട് തന്നെ അന്വേഷിക്കണം. ഈ കാര്യത്തിൽ തെറ്റുപറ്റിക്കൂടാ. നീ കൈ കഴുകിയിട്ട് വാ, ഞാൻ ചോറ് വിളമ്പി തരാം. വിശപ്പില്ല.